നാലാമത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ ആദ്യ ഭാര്യയുടെയും മക്കളുടെയും ശവകുടീരങ്ങൾ കണ്ടിട്ട് പ്രയാഗ്രാജിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇപ്പം മധ്യപ്രദേശിലെ ജബൽപൂർ സിറ്റിക്ക് അടുത്ത് ഏകദേശം 9 കിലോമീറ്റർ ദൂരമുള്ള മദൻ മഹൽ കോട്ട കാണാനാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു കോട്ട. ആ കോട്ട കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. AD 11th സെഞ്ചുറിയിൽ നിർമ്മിച്ച ഈ കോട്ട രാജാ മദൻ സിംഗ് ആണ് നിർമ്മിച്ചത്. ഗോണ്ഡാന രാജവംശം ഒരു കാലത്ത് മധ്യപ്രദേശ്, മഹാരാഷ്ട്രയുടെ കുറച്ച് വടക്കുകിഴക്ക് ഭാഗങ്ങൾ, ഛത്തീസ്ഗഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എല്ലാം കൂടിച്ചേർത്ത് അടക്കി ഭരിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. വളരെ തന്ത്രപ്രധാനമായ കോട്ട ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിന് മുകളിലേക്കാണ് ഇപ്പോൾ നമ്മളെ യാത്ര. MP ടൂറിസം എന്ന് നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പം ആദ്യം കാണുന്നത് ബാലൻസിങ് റോക്ക് ഓഫ് ജബൽപൂർ, പിന്നെ മദൻ മഹൽ ഫോർട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ ബാലൻസിങ് റോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആ നേരെ കാണുന്നതാണ് ബാലൻസിങ് റോക്ക്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതിന് മുന്നേ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മദൻ മഹൽ ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിപ്പം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലാണ്. ഈ ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ ഏകദേശം ഒരു 200-230 സ്റ്റെപ്പ് നമ്മൾ കയറണം. അപ്പോൾ നമ്മളിപ്പം സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുന്ന് ഫുള്ള് വലിയ വലിയ പാറക്കല്ല് കൊണ്ട് നിറഞ്ഞൊരു കുന്നാണ്. ഈ കുന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 സൈഡിൽ നിന്നും ഒരേപോലുള്ള കുന്ന്. അതേമാതിരി ഈ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വ്യൂ, ഈ സിറ്റിയുടെ ഫുൾ വ്യൂ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ നേരെ മുന്നിൽ കാണുന്നതാണ് ഒരു അമ്പലം. അപ്പോൾ അമ്പലത്തിലേക്ക് കുറേ ആൾക്കാർ വരുന്നും പോകുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഈ മെയ് മാസത്തിൽ വളരെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് പോകാനാണെങ്കിൽ നമ്മൾ എന്തായാലും കയ്യിൽ താഴത്തുനിന്ന് കുറച്ച് വെള്ളം കാര്യങ്ങളും കയ്യിൽ പിടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മുകളിൽ പോകുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഓരോരുത്തർ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ കയറി ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളാദ്യം ഈ ഒരു അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അയച്ചു വെച്ച് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ടോപ്പ് റൂഫ് കാര്യങ്ങൾ എല്ലാം നാച്ചുറലായിട്ടുള്ള പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം സെറ്റ് ചെയ്തത്. അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഒരു ശിവൻ്റെ അമ്പലമാണിത്. ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ സിറ്റീൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ദൂരത്തായിട്ട് വേറൊരു അമ്പലം കൂടി നമുക്ക് കാണാം. എല്ലാ ദിവസവും ഇവിടെ പൂജയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നൊരു പ്രത്യേക വിശേഷ ദിവസം ആയതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ആളുകളും കാര്യങ്ങളൊക്കെ വന്നത്. അമ്പലത്തിൽ കയറിയപ്പം കുറച്ച് പ്രസാദം നമ്മൾ വാങ്ങി, ക്യാരറ്റ് ഹൽവ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ അമ്പലം പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഈ ഇടുങ്ങിയ ഈ ഗ്യാപ്പ് കൂടെ വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. ഇതിൻ്റെ റൂഫ് ഞാൻ കാണിച്ചു തരാം. ഈ റൂഫ് ഇതും നാച്ചുറലായിട്ട് വന്ന് നിൽക്കുന്നൊരു പാറയാണ്. അപ്പം കംപ്ലീറ്റ് ഇത് നാച്ചുറൽ സംഭവമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചെറിയ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ഈ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ടൂറിസ്റ്റ് വന്ന് സഞ്ചാരികളും കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകാം. ഈ മുകളിലേക്ക് പോയി കൊടുക്കുമ്പോൾ നേരെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു 10-20 മീറ്റർ മുന്നിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഒരാളിങ്ങനെ അവിടെ അടിച്ചു വാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോവാണ്. വഴിയൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ കുളമുണ്ട്. ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുളമാണ്. വെള്ളം കുറവാണ്. പിന്നെ മെയ് മാസം ആയതുകൊണ്ട് നല്ല ചൂടും കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളം പൊതുവേ കുറവാണ്. ഇവിടെ ഇതേമാതിരി സെയിം നമ്മൾ താഴത്തെ കണ്ട മാതിരി അമ്പലം മാതിരി തന്നെ, പക്ഷേ ഫുള്ള് വൈറ്റ് പെയിൻ്റാണ് അടിച്ചത്. ഇതൊരു നമ്മളൊരു മുസ്ലിങ്ങളുടെ ഒരു പള്ളി നല്ല ഒരു പ്രാർത്ഥനാലയം പോലെ ഒരു ജാറ മാതിരിയുള്ള ഒരു സെറ്റപ്പ്. നമ്മൾ താഴത്തെ മന്ദിർ, തൊട്ട മുകളിൽ മറ്റൊരു മതവിഭാഗക്കാരെ ഒരു ജാറം. ഇതേപോലെ തന്നെ നമ്മൾ ഇതിനുള്ളിൽ കയറാണ്. ഇവിടെ വലിയ വേറെ ആളുകളും കാര്യങ്ങളൊന്നും കണ്ടില്ല. ഒന്നാമത് ഇന്നിപ്പം വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പട്ടൊക്കെ വിരിച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇതും പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നാച്ചുറലായിട്ടുള്ള പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെയാണ്. ഒന്ന് പെയിൻ്റ് അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു പ്ലെയിൻ സ്ഥലമാണ്. ഈ പ്ലെയിൻ സ്ഥലത്ത് നിന്ന് നോക്കിയാലും നമുക്ക് സിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാം. മരങ്ങളും ചെടികളൊക്കെ മാക്സിമം പച്ചപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത്രയും നല്ല ചൂടാണ്. ഇനി നമുക്ക് തിരിച്ചിട്ട് നമ്മൾ കോട്ടയുടെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ ജസ്റ്റ് താഴത്ത് മാത്രമാണ് ഇതിനാ വെള്ളം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ ടോപ്പ് ലെവൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാറൻ്റെ ടോപ്പിലേക്ക് ഒരു വൈറ്റ് ആ ഒരു ലൈന്, ആ ലൈൻ്റെ ആ ഹൈറ്റിലാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് ശരിക്കും. കണ്ടോ? അപ്പോൾ എത്രത്തോളം വെള്ളം കുറഞ്ഞെന്ന്, ഈ വേനൽ കാരണം എത്രത്തോളം വെള്ളം കുറഞ്ഞ് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിവിടുന്ന് പിന്നെയും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് കാലോ കൈയോ അങ്ങനെ തളർച്ച കാര്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. കാരണം മാക്സിമം കുറച്ച് പ്ലെയിൻ ഉണ്ട്, കുറച്ച് കയറ്റുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റെപ്പുകൾ ഫുള്ള് ഉണ്ടാക്കിയത്. ഗോണ്ടാന രാജവംശത്തിൻ്റെ ഭരണസിര കേന്ദ്രവും അവരുടെ സൈനിക പോസ്റ്റും കൂടിയായ ഒരു കോട്ടയാണ്. ഗോണ്ടാന രാജവംശത്തിൻ്റെ അവസാനത്തെ രാജ്ഞി റാണി ദുർഗാവതിയുടെ പേരിലാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. റാണി ദുർഗാവതിയുടെ പേരിൽ ഇന്ന് ജബൽപൂരിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവരുടെ പേരിൽ ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ മരണ ദിവസം ബലിദാൻ ദിവസമായിട്ട് ഇന്നും ആചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ചരിത്രത്തിൽ എത്രത്തോളം ഇടം പിടിച്ചതെന്ന് നമുക്ക് ഇതെന്നൊക്കെ മനസ്സിലാക്കാം. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ കോട്ട. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു മാർബിളിൽ ഈ കോട്ടേൻ്റെ ഐതിഹ്യം പതിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത് ചെയ്തതാണ്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ഈ കോട്ടയിലെ റൂമും കാര്യങ്ങളൊക്കെയാണ്. വലിയ വലിയ 2 പാറക്കല്ലിൻ്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്തത്. AD 11-ാം നൂറ്റാണ്ടിൽ ഇങ്ങനൊരു സംഭവം നിർമ്മിച്ചുകൊണ്ട് ഇവനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബാക്കി അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ടൂറിസ്റ്റുകൾ അവിടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണി സമയമാണ്. ഇത് കോട്ട നശിപ്പിക്കപ്പെട്ട് നടക്കുന്ന ഒരു ബാക്കിയുള്ള സ്മാരകങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കോട്ടൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. അതിൻ്റെ ടോപ്പിൽ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതിനുള്ളിൽ കയറാൻ പറ്റിയില്ല. കയറാൻ നമ്മുടെ ഇവിടെ ലോക്കാണ്. അതിനുള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കോട്ടയായിരുന്നു അവരുടെ ഭരണസിര കേന്ദ്രം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുന്നിൻ്റെ 4 സൈഡിലും ക്ലിയർ ആയിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ട് പാസേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് കാണാനോ ഷൂട്ട് ചെയ്യാനോ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അത് കാണിച്ചു തരാം. നമ്മളിപ്പം ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല ഹൈറ്റിലാണ് ഈ സ്റ്റെപ്പൊക്കെ വെച്ചത്. ഇതൊക്കെ നാച്ചുറൽ ഈ പാറക്കല്ലിൻ്റെ ചേർത്തിട്ട് തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ള കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് പടുത്തുയർത്തത്.
ലോക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ വർക്കേഴ്സിൻ്റെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്യാമറ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് ഒരു ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. വളരെ ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ് മേലോട്ട് കയറി പോകുന്നത്. ലെഫ്റ്റ് സൈഡിലും അതേമാതിരി സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ അവിടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വർക്കേഴ്സിൻ്റെ. ഇന്നിവിടെ വർക്ക് നടക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പ് റൂഫ് നോക്കാം നമുക്ക്. കല്ല് പലക മാതിരി ഈർന്നിട്ട് അത് കറക്റ്റായിട്ട് പാകി വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ റൂഫ് ഇട്ടത്. നോർത്ത് ഇന്ത്യയിൽ മാക്സിമം നമുക്ക് ഇങ്ങനത്തെ റൂഫുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ആദ്യം എന്നല്ല, ഇപ്പോഴും അത് പിന്തുടരുന്ന ആൾക്കാർ കുറേ ഉണ്ട്. കുറേ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, റാണി ദുർഗാവതി അവസാന ഗോണ്ടാന രാജവംശത്തിൻ്റെ രാജ്ഞിയായിരുന്നു. അവരെ ഹസ്ബൻഡ് മരിച്ച് പിന്നെ 15 വർഷക്കാലം 1564 വരെ അവരാണ് ഈ ഗോണ്ട രാജവംശം ഭരിച്ചത്. ഒരു മകനുണ്ടായിരുന്നു, വീർ നാരായണൻ. അച്ഛൻ മരിക്കുമ്പോൾ മകന് 5 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് രാജഭരണം റാണി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആയിരത്തി 521 ശേഷം മുഗൾ ചക്രവർത്തി അക്ബർ വന്നതിന് ശേഷം മാൽവ, ഇതിന് തൊട്ടടുത്തുള്ള മറ്റൊരു അന്നത്തെ ചെറിയ നാട്ടുരാജ്യങ്ങളിൽപ്പെട്ട മാൽവ രാജ്യം പിടിച്ചടക്കുകയും അതിൻ്റെ ഭരണം അന്നത്തെ അവരുടെ സൈന്യാധിപനായ അസഫ് ഖാനെ ഏൽപ്പിക്കുകയും ചെയ്തു. അസഫ് ഖാൻ്റെ മാൽവയുടെ തൊട്ടടുത്താണ്, ബോർഡർ പോലെയാണ് ഈ ഗോണ്ടന രാജവംശത്തിൻ്റെ ഒരതിർത്തി. ഓട്ടോമാറ്റിക്കലി അസഫ് ഖാനെ ഈ ഗോണ്ടന രാജവംശത്തിൻ്റെ രാജ്ഞിയായ റാണി ദുർഗാവതിയെ ക്യാപ്ചർ ചെയ്യണമെന്നും ഈ രാജ്യം പിടിച്ചടക്കണമെന്നും ഇവിടെ സമ്പദ് വ്യവസ്ഥ കൊള്ളയടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതുപ്രകാരം അക്ബർ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അസഫ് ഖാൻ അനുമതി കൊടുക്കുകയും അസഫ് ഖാൻ 1564 ഈ ഗോണ്ടാന രാജവംശത്തിന് മുകളിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അറ്റാക്ക് ചെയ്യുമ്പം വളരെ ചെറിയ സൈനികരും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു രാജ്യം അവരുടെ പടയാളികളെ കൂട്ടിയിട്ട് പിൻവലിയാണ് ചെയ്തത്. ഒരു ഗറില്ല അറ്റാക്കിന് വേണ്ടി പിൻവലിയുകയും പിന്നെ നരൈവാല എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ അറ്റാക്ക് ഉണ്ടാകുകയും രാജ്ഞിയുടെ സൈന്യത്തിന് വളരെ ലോസ് സംഭവിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ കഴുത്തിനും ചെവിക്ക് പുറകിലും ഗുരുതരമായി അമ്പുകൊണ്ട് പരിക്കേറ്റ രാജ്ഞി യുദ്ധഭൂമിയിൽ തളർന്നു വീണപ്പോൾ അവിടുന്ന് എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച ബാക്കി സൈന്യാധിപരോട് വേണ്ടെന്നും പിന്നെ അസഫ് ഖാൻ്റെ ക്യാപ്ചറിലാവുകയും പിന്നെ അവൻ്റെ അടിമയായിട്ട് കഴിയണം എന്നുള്ളത് കൊണ്ട് മാത്രം റാണി സ്വന്തം കഠാര എടുത്ത് തൻ്റെ ജീവൻ എടുക്കുകയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ ആ ദിവസം ബലിദാൻ ദിവസമായിട്ട് എന്നും ആചരിക്കപ്പെടുന്നു. റാണി ദുർഗാവതിയുടെ ധീര സ്മരണയ്ക്കായിട്ട് മധ്യപ്രദേശ് സർക്കാർ യൂണിവേഴ്സിറ്റിക്ക് റാണി ദുർഗാവതി യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ടു. ഇന്ത്യ ഗവൺമെൻറ് റാണി ദുർഗാവതിയുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒരു മണ്ഡപമാണ്, അതായത് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മണ്ഡപം. അതിൻ്റെ പില്ലറുകളുടെ കല്ലുകൾ കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മണ്ഡപത്തിൻ്റെ മുകളിലൊന്ന് കയറി നോക്കിയാൽ നമുക്ക് കാണാം അതിൻ്റെ പുറകിൽ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചൊരു സംഭവം ചെറുതായിട്ട് അതിൻ്റെ ബാക്കി പത്രങ്ങൾ ചെറുതായിട്ടൊന്ന് നമുക്ക് കാണാം. ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ കല്ലുകളൊക്കെ ഇവിടുത്തെ റൂഫിൻ്റെയും കാര്യങ്ങളുടെയും കല്ലുകളാണ് നമ്മൾ ഈ കാണുന്ന പ്ലെയിൻ കല്ലുകളൊക്കെ. നമ്മളിവിടുന്ന് നേരെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നേരെ ഫ്രണ്ടിൽ തന്നെ കാണുന്നതാണ് ഒരു ചെറിയ വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു കുളം എന്നൊക്കെ പറയും നമുക്ക്. ഇതാ കുളത്തിൻ്റെ സൈഡിലുള്ള വരാന്ത കാര്യങ്ങൾ
എല്ലാം നമുക്ക് കാണാം. ഇതിൽ മാക്സിമം വരെ ഇതിലുള്ള കല്ലോ കാര്യങ്ങളോ പൊട്ടിച്ചൊഴിവാക്കാനൊന്നും ട്രൈ ചെയ്തില്ല. മഴക്കാലമാകുമ്പോഴും കംപ്ലീറ്റ് ഇതിൽ വെള്ളം നിറഞ്ഞിട്ട് കെട്ടി നിർത്തുക. ഇവിടുത്തെ കുതിരകൾക്കും കാര്യങ്ങളൊക്കെ വെള്ളം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവർ ഈ കുളത്തിലെ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോട്ടയിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം, ഇവിടെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്യാമറ തിരിച്ചില്ല. ഇതൊരു കോറിഡോർ സെറ്റപ്പാണ്. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ആ പുരാതന കാലത്ത് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ വീഡിയോ എന്നല്ല, നമ്മൾ ഏത് വീഡിയോ കാണുമ്പോഴും ഈ ഹിസ്റ്റോറിക്കൽ ഇത് കാണുമ്പോൾ നമ്മളത് തിങ്ക് ചെയ്യണം, അന്നത്തെ കാലത്ത് ഇവിടെ എന്തായിരിക്കും. ഇതിൻ്റെ ഈ സൺഷെയ്ഡ് കാര്യങ്ങൾ റൂഫ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ആ റൂഫിൻ്റെ ബാക്കി കല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലേക്ക് കിടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇപ്പം വർക്കേഴ്സൊക്കെ വന്നിട്ട് കുറേ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ റൂഫിലുള്ള കുത്തുപണിയും കാര്യങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഡോറിൻ്റെ ഒരു വിജാഗിരി സെറ്റപ്പാട്ടത്. ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ഗാഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ അന്നത്തെ കാലത്ത് വലിയ ഡോറിൻ്റെ എഡ്ജ് ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. ഡോർ അടച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള ആ ഒരു റൂൾസാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മളെ പുറകുവശമാണ്, ഈ കോട്ടയുടെ പുറകുവശമാണിത്. കണ്ടോ, പുറകുവശം സെയിം കാടും കാര്യങ്ങളും ഒരേ ലെവലുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഇത് പുറകുവശത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോട്ടയുടെ പുറകുവശത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മെയിൻ ഡോറ്, ചെറിയൊരു കിളിവാതിൽ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ മതിലിനൊന്നും അത്ര വലിയ ഹൈറ്റില്ല. ഇത് ചെറിയൊരു കോട്ടയാണ്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങാണ്. ആ ഒരു ഡോർ കൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ പണ്ട് പാറാവ് നിൽക്കുന്ന ആൾക്കാർ, കാവൽ നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കാവലൊക്കെ നിന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റെപ്പൊക്കെ നമുക്ക് കാണാം ഇപ്പം. പക്ഷേ താഴത്തു നിന്നുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും ഈ കല്ലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊളിഞ്ഞ് കിടക്കുന്ന ഈ മതിൽക്കെട്ടിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്ന് മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഇപ്പോഴും ഈ കല്ലും കാര്യങ്ങളും അന്ന് വെച്ച് സെറ്റ് ചെയ്ത സംഭവമൊക്കെ എപ്പോഴും സോളിഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ കുറച്ച് വീതിയൊക്കെ ഉള്ള മതിലായതുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലൂടെ മെല്ലെ നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂഫിൻ്റെ മുകളിലെത്താം. അങ്ങനെ നമ്മൾ ഈ റൂഫിൻ്റെ മുകളിൽ കയറി. കണ്ടോ, വളരെ പ്ലെയിൻ ആക്കിയിട്ട സംഭവമാണ്. അന്ന് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കാവൽക്കാർ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നല്ല ക്ലിയർ വ്യൂ ആണ്. ഇവിടെ ഒരു പൊട്ടിപ്പൊളി നടക്കുന്ന ഒരു ഒഴിഭാഗമുണ്ട്. ഈ ഒഴിഭാഗമാണ് താഴത്തുനിന്ന് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്. കണ്ടോ, ഇതിന് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു സ്റ്റെപ്പായിരുന്നു അത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു ഇടുങ്ങിയ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തെത്താം. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയതുകൊണ്ട്, സ്റ്റെപ്പൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി വന്നത്. ഇനി നമുക്ക് തിരിച്ച് നടക്കാം. ആ ചെറിയൊരു റിസർവോയർ ടോപ്പ് വ്യൂ ആണിത്. അതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മെല്ലെ സൂക്ഷിച്ച് തിരിച്ചിറങ്ങാം.
ഈ മദൻ മഹൽ ഫോർട്ടിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാനില്ല, പക്ഷേ ഹിസ്റ്റോറിക്കലായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പം ഇവിടെ വന്ന് ഇന്ത്യയിലെ മറ്റുള്ള കോട്ടകളെ തട്ടിച്ച് നോക്കുമ്പം ഇത് എത്രയോ ചെറിയ കോട്ടയാണ്. ഇത് അവരുടെ സൈനിക ഔട്ട് പോസ്റ്റായിട്ടും ഒരു ഇടക്കാല താവളമായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് 45 കിലോമീറ്റർ ദൂരമുള്ള സൗരാഗഡ് ഫോർട്ടിൽ നിന്നിട്ടാണ് റാണി ദുർഗാവതി അന്ന് ഭരണം നടത്തിയിരുന്നത്. പിന്നീട് അവർ ചൗരാഗഡ് ഫോർട്ടിലേക്ക് അവരുടെ താവളം മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വലിയ വിസ്തൃതിയിലുള്ളൊരു കോട്ടയാണ്. അവിടേക്ക് നമുക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത നമ്മളെ യാത്ര അങ്ങോട്ടായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര അങ്ങോട്ടാണ്. അപ്പം ചാനൽ സ്റ്റേ